ഹലോ ഗൈസ്, രാവിലെ എണീച്ചപ്പോൾ തന്നെ നല്ല മഴ കേട്ടോ. വീടിന്റെ തൊട്ടടുത്തായിട്ട് ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. പുറത്തേക്ക് ഒന്ന് ഇറങ്ങാനും പറ്റണില്ല, അങ്ങനത്തെ മഴയും വരിക. അവസാനം മഴ ചോര ഞങ്ങൾ കാത്തുന്നില്ല, ഞങ്ങൾ രണ്ടാളും ഇവിടെ നേരെ വിട്ട് ഹൗസ് വാമിംഗ് പോകുന്നത് ഫുള്ള് വെള്ളത്തിലൂടെ കേട്ടോ. എന്റെ വീട്ടിലേക്കുള്ള റോഡ് ഒക്കെ ആണെങ്കിൽ മഴ പെയ്തിട്ട് ഫുള്ള് കുത്തി വലിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലേക്ക് വരുമ്പോൾ ചെറിയ സ്കില്ലൊക്കെ ഉള്ള ആൾക്കാർ കേട്ടാ വരാൻ കഴിയാ, കാരണം അങ്ങനത്തെ ഓഫ് റോഡാണ്. പിന്നെ ഹൗസ് വാമിങ്ങിനൊക്കെ പോയെന്ന് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ അത് നടന്നിട്ടില്ല. നേരെ പോയത് ഒരു ചായ അടിക്കാനായിട്ട്. പുറത്തേക്ക് ചായ അടിക്കാൻ പോണതിന് മുന്നേ തന്നെ വീട്ടിൽ നിന്ന് ഒരു കട്ടൻ കുടിക്കാൻ വിചാരിച്ചു. അങ്ങനെ വീട്ടിൽ കട്ടനൊക്കെ അടിച്ചിരിക്കുമ്പോഴാട്ടോ ഒരു നൊസ്റ്റാൾജിയ. കട്ടന് കമ്പനിക്ക് പെങ്ങടെ ഒരു ചെറിയൊരു ചെറുക്കനുണ്ടായിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായ കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അടുത്ത ചെക്കനെത്തി. യെസ്, ഇവനാണ് അവൻ. ഇവന്റെ കൂടെയാണ് നമ്മൾ ചായ കുടിക്കാൻ പോകുന്നത്. ഏതായാലും മയക്കല്ലേ, ഒരു പുതിയ കോട്ടക്കണ്ട് വാങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാറ്. ആദ്യം നേരെ നമ്മുടെ നാട്ടില് എവിടെയൊക്കെ വെള്ളം പൊന്തിയാണ് നോക്കാൻ പോയി. മയന്റെ മുന്നേ ഫുട്ബോൾ കളിച്ചു നിലത്തപ്പോ ഫുള്ള് മീൻപിടുത്തക്കാരാണ്. ആ ഒരു വൈവില് കുറച്ചൊരു ആ വലടനൊക്കെ നോക്കി നിന്നിട്ടോ. അങ്ങനെ നേരെ പോയത് നമ്മുടെ ഏരിയയിലൊരു അണക്കെട്ടുണ്ട്, മണ്ണട്ടമ്പാറ അണക്കെട്ടെന്നതിന് പറയാം. ഞങ്ങളങ്ങനെ മണ്ണട്ടമ്പാറ അണക്കെട്ടെന്ന് സന്ദർശിച്ചു. അണക്കെട്ടിൽ ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കേട്ടോ. ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു അണക്കെട്ടാണിത്, ഏകദേശം ഒരു 70 സംതിങ്. ഇനിയാണ് വൈകിട്ടുള്ള ചായക്കുടി കൊടുക്കുന്നത്. സാധാരണ ഒന്നും തലപ്പാറ പമ്പന്നിട്ടാ ചായ കുടിക്കാതെ. ഇന്ന് പിന്നെ ഒരു ചേഞ്ച് ആയിക്കോട്ടെ നേരെ മിസ്റ്റർ ടീ കിട്ടും. ചായ കൊള്ളാം, മുട്ടബജി കുഴപ്പമില്ലാന്ന് പറയാം. ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. ചേളാർ കൊറിയർ സർവീസിൽ എന്തോ ഒരു സാധനം ഉണ്ടെന്ന്, അത് പോയി വാങ്ങിക്കൊണ്ടുവരാം. എന്തായാലും എന്താ നമ്മളെ വേഗം പോയി. ഇനിയിപ്പോൾ ചേളാർ എത്തിയപ്പോഴാണ് എല്ലാ കൊറിയർ സർവീസിലും ഞാൻ കയറി ഇറങ്ങിയിട്ട്. സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ അറിയണേ നമ്മുടെ നാട്ടിൽ ഇത്രയും കുറെ കൊറിയർ സർവീസ് ഉള്ളത്. ഫൈനലി നമ്മുടെ സാധനം കിട്ടി. നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണെങ്കിൽ നല്ല മഴ, ഒന്നും നോക്കിയില്ല, നേരെ മയത്ത് കിട്ടും. പിന്നെ നേരെ പോയത് അടുത്തൊരു ചായ കുടിക്കാനാട്ടോ. നേരെ എടുക്കല്ല, നമ്മുടെ മാതാപ്പിള്ള മാനവക്കാനെ കിടക്കും. മെയിൻ ആയിട്ട് അവിടുത്തെ ഒരു വടക്കാട്ട് പോയത്. സോ നമ്മളവിടുത്തെ ഇപ്പോൾ വടക്ക് കഴിഞ്ഞ് അവസാനം ഒരു വട കിട്ടിയിട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ ചായയും വടയും കുടിച്ചിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോ വീണ്ടും കാണാം. ബൈ.